നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. For a race, India is my country. All Indians are my brothers and sisters. I love my country and I am proud of its rich and varied heritage. I shall always strive to be worthy of it. I shall give my respects to my parents, teachers and all elders and treat everyone with courtesy. I pledge my devotion to my country and my peoples. There will be prosperity, otherwise my happiness. ഞാനിന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ആഹാരത്തിന്റെ മഹത്വം. ഒരിടത്തൊരിടത്ത് അപ്പുവും അമ്മുവും എന്നു പേരുള്ള 2 കൂട്ടുകാരുണ്ട്. അവർ നല്ല കൂട്ടുകാരാണ്. ഒന്നിച്ച് കളിക്കും, ഒന്നിച്ച് സ്കൂളിൽ പോകും. അമ്മു അവരുടെ പറമ്പിലുണ്ടാകുന്ന പഴങ്ങളും വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളുമാണ് ഇഷ്ടം. പക്ഷെ അപ്പു ആകട്ടെ പുറത്തു നിന്നുള്ള കടയിൽ നിന്നുമൊക്കെ വാങ്ങുന്ന ആഹാരമേ കഴിക്കൂ. പച്ചക്കറികളും പഴങ്ങളും ഒന്നും കഴിക്കില്ല. ഒരു ദിവസം അമ്മുവിന്റെ പറമ്പിലുണ്ടായ പേരയ്ക്ക പഴങ്ങളും പച്ചക്കറികളും എല്ലാം അപ്പുവിന് കൊണ്ടു കൊടുത്തു. പക്ഷേ അപ്പു അതെല്ലാം തട്ടിക്കളഞ്ഞു. അത് കണ്ട അമ്മുവിന് വിഷമം വന്നു. അമ്മു കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് എത്തി. അമ്മ അവളെ സമാധാനിപ്പിച്ചു. മോള് വിഷമിക്കേണ്ട, ഒരു ദിവസം അവൻ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഒക്കെ വില തിരിച്ചറിയും. അപ്പുവിന്റെ നിർബന്ധം മൂലം വീട്ടുകാർ എല്ലാം വാങ്ങിച്ചു കൊടുക്കും. ഒരു ദിവസം അപ്പുവിന് വയറുവേദനയും ഛർദിലും വന്നു. അമ്മയും അച്ഛനും അവനെ ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഇവൻ പുറത്തു നിന്നുള്ള ആഹാരം എന്തെങ്കിലും കഴിച്ചോ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവൻ പോഷകാഹാരങ്ങൾ ഒന്നും കഴിക്കില്ല. കടയിൽ നിന്നും വാങ്ങുന്ന മധുര പലഹാരങ്ങളും എണ്ണ പലഹാരവുമാണ് ഇവൻ കഴിക്കുന്നത്. എന്താ അപ്പു നീ ഇങ്ങനെ? നീ ഇപ്പോൾ കൊച്ചുകുട്ടിയാണ്, നീ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നീ ധാരാളം പഴങ്ങളും പച്ചക്കറികളും കഴിക്കണം. വീട്ടിലുണ്ടാക്കുന്ന ആഹാരത്തോളം നല്ല ആഹാരം ഒന്നുമില്ല. കടയിൽ നിന്നും വാങ്ങി കഴിക്കുന്നതാണ് നിന്റെ വയറ് കേടാക്കിയത്. ശരി ഡോക്ടർ, ഞാൻ അപ്പോൾ അപ്പു സമ്മതിച്ചു. അപ്പു അമ്മുവിന്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് അമ്മുവിനോട് ചോദിച്ചു, നീ എനിക്ക് വേണ്ടി കൊണ്ടുവരുന്ന പഴങ്ങൾ എനിക്ക് തരാമോ? അമ്മു സന്തോഷത്തോടെ അപ്പുവിന് അവരുടെ പറമ്പിലുണ്ടായ പേരയ്ക്കയും ചാമ്പങ്ങയും മാമ്പഴവും എടുത്തു കൊടുത്തു. അവർ സന്തോഷത്തോടെ കളിക്കാൻ പോയി. കൂട്ടുകാരെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിറ്റാമിൻ എ കുറിച്ചാണ്. ജീവകം എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ എന്നാണ്. കണ്ണുകളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എ ആണ്. പച്ചിലക്കറികൾ, മുട്ടയുടെ മഞ്ഞ, കരൾ, പാൽ, ക്യാബേജ്, ക്യാരറ്റ്, മീനെണ്ണ, വെണ്ണ എന്നിവ ജീവകം എയുടെ പ്രധാന സ്രോതസ്സുകളാണ്. കരളിലാണ് ജീവകം എ സംഭരിക്കപ്പെടുന്നത്. വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ബീറ്റ കരോട്ടിൻ
ആണ്. താങ്ക് യു. പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊന്ന് കേട്ടാലോ? പ്രവർത്തിക്കുവാനും വളരുവാനും അധ്വാനിക്കുവാനും നമ്മെ സഹായിക്കുന്ന ആഹാരമാണ് പോഷകാഹാരം. അത് നമ്മെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു. പച്ചക്കറികൾ, പഴങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, കൊഴുപ്പടങ്ങിയ ഭക്ഷണം, ധാന്യങ്ങൾ ഇവയൊക്കെ ഉൾപ്പെടുത്തണം. കൃത്യമായ ഭക്ഷണശീലങ്ങളും വ്യായാമങ്ങളും കൂടി ഉൾപ്പെടുത്തണം. തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾക്കും ഓർമ്മശക്തിക്കും പോഷകാഹാരം ആവശ്യമാണ്. വിളർച്ച, കാഴ്ചക്കുറവ്, ഓർമ്മക്കുറവ്, ശരീരത്തിന് ബലക്കുറവ്, വെയിറ്റ് കുറയുക ഇവയൊക്കെ പോഷകാഹാരക്കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. COVID-19 എന്ന മഹാമാരിയെ ഒരു പരിധിവരെ നമുക്ക് പോഷകാഹാരം മൂലം തടയാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ എല്ലാവരും പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുക. വിറ്റാമിൻ സി ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം സി കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യ ജീവകം സി. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ജീവകം സി ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ജീവകം സി. നെല്ലിക്ക, നാരങ്ങ, പേരയ്ക്ക, പുളിയുള്ള പഴങ്ങൾ എന്നിവയിൽ ധാരാളം ജീവകം സി അടങ്ങിയിരിക്കുന്നു.